ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയിലെ പൊട്ടിത്തെറികൾക്ക് അവസാനം എന്ന നിലയിൽ കേന്ദ്ര നേതൃത്വം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പിന്തുണയുമായി എത്തി. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ട അടിയന്തര സാഹചര്യം നിലവിലില്ലെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. കെ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടുകൾ നഷ്ടപ്പെടുകയും പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് സുരേന്ദ്രന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഭിന്നതകൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഈ വിഷയത്തിൽ കോർ കമ്മിറ്റി വിളിക്കാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധമുയർന്നത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ചേർന്ന ബി.ജെ.പി സംസ്ഥാന നേതൃയോഗത്തിൽ നിന്നും പ്രമുഖ നേതാക്കൾ വിട്ടുനിന്നു. എം.ടി. രമേശ്, പി.കെ. കൃഷ്ണദാസ്, എ.എൻ. രാധാകൃഷ്ണൻ എന്നിവർ നേതൃയോഗത്തിൽ നിന്നും വിട്ടുനിന്നത് പ്രതിഷേധ സൂചകമായിട്ടാണെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കില്ലെന്നും താൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ കെ സുരേന്ദ്രനെ അടിയന്തരമായി മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് ബി.ജെ.പി നേതൃത്വം വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടെങ്കിൽ സംഘടനാ ഘടകങ്ങളിൽ ഉന്നയിക്കണമെന്നും വിഷയത്തിൽ പരസ്യ പ്രസ്താവന നടത്തിയാൽ അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നും ബി.ജെ.പി നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ബി.ജെ.പി നേതൃത്വത്തിനെതിരെ കോഴിക്കോട് നഗരത്തിൽ സേവ് ബി.ജെ.പി എന്ന തലക്കെട്ടോടുകൂടി പോസ്റ്ററുകൾ വന്നിരുന്നു. ബി.ജെ.പിയിൽ കുറുവ സംഘമുണ്ടെന്നും വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി രഘുനാഥ് എന്നിവരാണ് കുറുവ സംഘം എന്നായിരുന്നു പോസ്റ്റർ. ബി.ജെ.പിയിൽ നിന്ന് സന്ദീപ് വാര്യരുടെ കൊഴിഞ്ഞുപോക്ക് നല്ല രീതിയിൽ ബി.ജെ.പിയെ ബാധിച്ചിരുന്നു. അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ബി.ജെ.പിയിൽ നിന്ന് സന്ദീപ് വാര്യരുടെ കൊഴിഞ്ഞുപോക്ക് നല്ല രീതിയിൽ ബി.ജെ.പിയെ ബാധിച്ചിരുന്നു. അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ബി.ജെ.പി മുൻ ജില്ലാ പ്രസിഡന്റ് കെ.പി. മധു ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ചു. നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് ഈ രാജി. മാത്രമല്ല ബി.ജെ.പി തമ്മിലടിയും ഗ്രൂപ്പിസമാണെന്നും തൃശൂരിൽ ബി.ജെ.പി ജയിച്ചത് സെലിബ്രിറ്റി സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ വന്യജീവി ആക്രമണ സമരത്തിനിടെ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കെതിരെ നടത്തിയ പരാമർശത്തെ തുടർന്ന് മധുവിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ബി.ജെ.പി മാറ്റിയിരുന്നു.